സത്യം എന്താണെന്ന് നിനക്കറിയില്ല ഈശ. ഞാൻ പറഞ്ഞിട്ടില്ല, അതാണ് ശരി. ഞാനൊരു ഇന്റർപോൾ ഓഫീസറാണ്. ഞാൻ നിന്നെ ഉപയോഗിക്കുകയായിരുന്നു ആസ് എ കവർ. ഞാൻ കാരണം നിനക്ക് നിന്നെ കണ്ട എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയില്ല. The name is fictitious. Official capacity il ninnukondu an agent is not allowed to get into any emotional trauma. And now Sid has only one choice to make. Either his professional commitment to wipe out the gang or follow his heart. Now this is the emotional battle my character plays. Ishaye manasil സൂക്ഷിച്ചു പോയ തെറ്റ് തിരുത്താൻ Siddharth goes through a deadly metamorphosis, a fatal evolution. He starts playing dirty for the department. ചുരുങ്ങിയ സമയം കൊണ്ട് രാഘവൻ മൂർത്തിയേക്കാൾ ബാബയുടെ ഗാങ്ങിന്റെ നെമിസിസായി സിദ്ധാർത്ഥ്. ആൻഡ് ദേ ഹാവ് ടു മേക്ക് ദ കൗണ്ടർ ആക്ഷൻ. ഫ്രണ്ടിന്റെ ഗിഫ്റ്റാ. സണി, എന്താ ഇതിനൊക്കെ അർത്ഥം? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? മോനിരിക്കെ, ഇരിക്കടാ, ഇരിക്കെ. കുട്ടിക്കളി നിർത്തേണ്ട സമയം കഴിഞ്ഞു സണ്ണി. നീ ഈ കാണിക്കുന്നത് നമ്മളെ എവിടെ കൊണ്ടുപോയി നിർത്തുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അജയ്, ഈ ജോലി ഞാൻ നിന്നെ വിശ്വസിച്ചേൽപ്പിക്കുക. സ്വർണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ വെട്ടിക്കളഞ്ഞേക്കണം. അപ്പൊ വിഷച്ചെടിയാണെങ്കിലോ രാഘവനേക്കാൾ കുഴപ്പക്കാരനായി ഈ ചെക്കൻ. അവനിനി വേണ്ട, തലവേദനയാ. ബാബാ, ഞാൻ കൊല്ലാനാണേലും വളർത്താനാണേലും 2 വട്ടം ആലോചിച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളൂ എന്ന് നിനക്കറിയാലോ. എനിക്കറിയാം ബാബാ, പക്ഷേ പപ്പ, അജയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ സൂരജിനെ അയക്കാം. അവൻ മിടുക്കനാ. അത് വേണ്ട, അജയ് ചെയ്താൽ മതി. പപ്പ, പപ്പ എന്തിനാ അവന്റെ കാല് പിടിക്കുന്നേ? പോവാൻ പറ. ജസ്റ്റ് ഷട്ട് അപ്പ് സണ്ണി. പോർക്കും പോത്തും തിന്ന് മസിലും പെരുപ്പിച്ച് നടന്നാ പോരാ, ബുദ്ധി വേണം കഴുതേ. എന്നെയും നിന്നെയും ഈ ഇരിക്കുന്ന നിന്റെ മിടുക്കൻ സൂരജിനെയൊക്കെ രാഘവൻ തപ്പിക്കൊണ്ടിരിക്കുക. പിടി വീണാൽ കോടതിയും വിചാരണയും ഒന്നും പ്രതീക്ഷിക്കണ്ട. ഒരൊറ്റ ബുള്ളറ്റ്, അവിടെ തീരും കളി. അവൻ മരിച്ചുപോയവനാ അജയ്. പോലീസ് റെക്കോർഡ്സിലും ഈ ലോകത്തിന് മുന്നിലും. മനസ്സിലായോടാ?